നമസ്കാരം. കൊച്ചിയിൽ 9ാം ക്ലാസ്സുകാരൻ സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വാർത്ത പുറത്തുവരുമ്പോൾ തെളിയുന്നത് ലഹരിയുടെ വഴികൾ. സ്കൂൾ കൗൺസിലർമാർക്ക് ലഭിച്ച വിവരത്തിൽ തുടങ്ങിയ അന്വേഷണം നീളുമ്പോൾ വ്യക്തമായത് വില്ലനായി ലഹരിയും ഉണ്ടെന്നാണ്. ലഹരിക്കടിമയാണ് 9ാം ക്ലാസ്സുകാരൻ. പാലാരിവട്ടം പോലീസ് പോക്സോ വകുപ്പുകളടക്കം ചുമത്തി കേസുകൾ എടുത്തിട്ടുണ്ട്. ലഹരിക്കടിമ എന്ന് മാത്രമല്ല, കൊച്ചി നഗരത്തിലടക്കം ലഹരി മരുന്നുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏജന്റ് കൂടിയാണ് സ്കൂൾ വിദ്യാർത്ഥി എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. 2024 ഡിസംബറിലാണ് നാടിനെ നടുക്കിയ പീഡനം ഉണ്ടാകുന്നത്. ലഹരിക്കടിമയായ സഹോദരൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരി പീഡിപ്പിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഭയം മൂലം ഇത് ആരോടും പറയാതിരുന്ന പെൺകുട്ടി സ്വകാര്യ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതോടെ സഹപാഠികളോട് വിവരം പറയുകയായിരുന്നു. ഇവർ വഴി അധ്യാപകർ അറിഞ്ഞതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ശിശുക്ഷേമ സമിതിയിൽ വിവരം അറിയിച്ചു. ശിശുക്ഷേമ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടിക്ക് ശിശുക്ഷേമ സമിതി തുടർച്ചയായി കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ശിശുക്ഷേമ സമിതിയിൽ നിന്നും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 9ാം ക്ലാസ്സുകാരനെ കുറിച്ച് അന്വേഷിച്ച പോലീസിന് ഞെട്ടിക്കുന്ന വിവരമാണ് ലഭിച്ചത്.